ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന യാത്രകൾ അനവധി പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടിയതാണ്. പക്ഷെ അങ്ങനെ ആരംഭിക്കുന്ന ചില യാത്രകൾ ചിലപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ മാത്രം അല്ല, അവരുടെ ജീവനുകളെയും തകർക്കുന്ന ദുരന്തങ്ങളായി മാറിയിട്ടുണ്ട്. അതിനുദാഹരണമായി അഹമ്മദാബാദിൽ നടന്ന ആ ഭീകരമായ വിമാനാപകടം പറയാം. അതുപോലെ നമ്മെ ഏറെ ദുഃഖത്തിലാക്കിയ കേരളത്തിൽ അടുത്തിടെ സംഭവിച്ച വാൽപ്പാറയിൽ വിനോദസഞ്ചാര യാത്രയ്ക്കിടെ ഉണ്ടായ ആ അപകടത്തെക്കുറിച്ച് പറയാം. അതുപോലെ ലോക ചരിത്രത്തിൽ ദുരന്തങ്ങളായി അവസാനിച്ച യാത്രകളുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ കേരളത്തിൽ സംഭവിച്ച ഒരു ഭയാനക ട്രെയിൻ ദുരന്തം അതിൽ പ്രധാന സ്ഥാനം പിടിക്കും. അത് 1988 ജൂലൈ മാസം 8 ഇന്ത്യയിലെ കർണാടക. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ദുഃഖത്തിന്റെ പിടിയിൽപ്പെട്ടിരുന്ന 56 വയസ്സുള്ള രാധാദേവി ഇപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും പതിയെ മുക്തയായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. കൂടാതെ കേരളത്തിലുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാനായി അവർ തങ്ങളുടെ വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് തയ്യാറെടുക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ അഭിഭാഷകയും സാമൂഹ്യ സേവകയായും അറിയപ്പെട്ടിരുന്ന രാധാദേവിയുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു. ആ വലിയ ദുഃഖത്തിൽ മനസ്സ് തകർന്നു പോയിരുന്ന അവരെ കുറച്ച് ആശ്വസിപ്പിക്കാനായിരുന്നു അവരുടെ സഹോദരി അവരെ ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സഹോദരിയും അവരുടെ കുടുംബവും കുറച്ച് സമയം ചിലവഴിച്ചതിലൂടെ ആ വലിയ ദുഃഖത്തിൽ നിന്നും അല്പാൽപമായി പുറത്തേക്ക് വന്ന രാധാദേവി ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങാൻ തയ്യാറാവുകയായിരുന്നു. അതേ ദിവസം തന്നെ 27 വയസ്സുള്ള ക്രിക്കറ്റ് താരമായ രഞ്ജിത്തും ബാംഗ്ലൂരിലുള്ള സ്വന്തം വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. കേരളത്തിൽ നടക്കുന്ന തന്റെ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം സന്തോഷത്തോടെ യാത്ര തിരിച്ചത്. ഉടൻ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ഒരു വലിയ ഭാവി കാത്തിരുന്നു. അതേസമയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ടാക്സിക്കുള്ളിൽ 1 വയസ്സുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയായ ദീപ തന്റെ അമ്മയുടെ മടിയിലിരുന്ന് കാർ ജനലിലൂടെ പുറത്തുള്ള കാഴ്ചകൾ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കേരളത്തിൽ നടക്കാനിരുന്ന ഒരു ബന്ധുവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു 1 വയസ്സുകാരിയായ ദീപയും കൂട്ടിക്കൊണ്ട് അവളുടെ അമ്മയും അമ്മാവനും ബാംഗ്ലൂരിൽ നിന്നും യാത്ര തിരിച്ചത്. അതുപോലെ ബാംഗ്ലൂരിലെ ആർമി ക്യാമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 15 സൈനികരും കേരളത്തിലെ സ്വന്തം നാട്ടിലേക്ക് പോകാനായി വലിയ സന്തോഷത്തോടെ തങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാവരും ബാംഗ്ലൂരിലായിരുന്നു. ഇങ്ങനെ അവിടെയുള്ള എല്ലാവരും ട്രെയിനിലേക്കായി പുറപ്പെടാൻ തയ്യാറാകുന്ന അതേ സമയത്ത് കേരളത്തിൽ മറ്റൊരു ജീവിതവും സന്തോഷകരമായ ഒരു ദിവസത്തിലേക്ക് കടക്കുകയായിരുന്നു. കേരളത്തിലെ MLA ആയിരുന്ന മേഴ്സിക്കുട്ടിക്ക് ആ ദിവസം വളരെ സന്തോഷകരമായിരുന്നു. കാരണം അന്നായിരുന്നു അവരുടെ വിവാഹം നടക്കാനിരുന്നത്. ആയിരക്കണക്കിന് സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ആ നിമിഷത്തിനായി അവർ ആവേശത്തോടെ തയ്യാറെടുക്കുകയായിരുന്നു. അതേസമയം കേരളത്തിലെ മുൻറോത്തുരുത്ത് പ്രദേശത്ത് താമസിച്ചിരുന്ന സുരേഷ് കുമാർ വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. ഇലക്ട്രീഷ്യനായിരുന്ന സുരേഷ് കുമാർ അതിനു മുൻപുള്ള രാത്രി മുഴുവനും ഉറങ്ങാതെയാണ് ജോലി ചെയ്തത്. ഇപ്പോഴാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിച്ച ശേഷം ആ ക്ഷീണം മാറാൻ അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരേ സമയം നടന്ന വ്യത്യസ്ത സംഭവങ്ങളായി തോന്നാം. ചിലർ കർണാടകയിലെ ബാംഗ്ലൂരിലായിരുന്നു, ചിലർ കേരളത്തിലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ ഞാൻ പറഞ്ഞ ഈ എല്ലാവരുടെയും ജീവിതങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പോകുന്ന ഒരു അത്യന്തം ഭീകരമായ സംഭവം ഇനി നടക്കാനിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ സംഭവം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദുഃഖവും സൃഷ്ടിക്കാനിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലും ഒരു കറുത്ത അധ്യായമായി മാറിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തെക്കുറിച്ചും ആ ദാരുണ സംഭവത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ വിശദമായി അറിയാൻ പോകുന്നത്. ആയിരത്തി 1988 ജൂലൈ 7 സമയം അർദ്ധരാത്രിയോട് അടുത്തുകൊണ്ടിരുന്നെങ്കിലും ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിരുന്ന ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിലേക്ക് ആളുകളുടെ തിരക്ക് തിരമാല പോലെ ഒഴുകിയെത്തുകയായിരുന്നു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ദീപ, രാധാദേവി, രഞ്ജിത്ത് എന്നിവരെ പോലെ കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ ഏകദേശം 900ഓളം ആളുകൾ അവരുടെ യാത്ര ആരംഭിക്കാനായി ആ ട്രെയിനിൽ കയറിയിരിക്കുകയായിരുന്നു.
ഇപ്പോൾ അവർ കയറിയിരുന്ന ഐലൻഡ് എക്സ്പ്രസ് എന്ന ട്രെയിൻ കർണാടകയിലെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലെ തിരുവനന്തപുരം വരെ പോകുന്ന ഒരു ദൂരയാത്ര ട്രെയിനായിരുന്നു. എഞ്ചിന് പുറമെ പാർസൽ സാധനങ്ങൾക്കായുള്ള കമ്പാർട്ട്മെന്റുകളും യാത്രക്കാർക്കുള്ള ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ജനറൽ കമ്പാർട്ട്മെന്റുകൾ എന്നിവ ഉൾപ്പെടെ ആ ട്രെയിനിൽ മൊത്തം 14 കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ സ്റ്റേഷനോട് വിട പറഞ്ഞുകൊണ്ട് ആ ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ വേഗം കൂടി. എക്സ്പ്രസ് ട്രെയിൻ എന്ന പേരിന് യോജിച്ച രീതിയിൽ പാളങ്ങളിലൂടെ അതിവേഗത്തിൽ പാഞ്ഞു തുടങ്ങി. പുറപ്പെട്ട കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കർണാടകയുടെ അതിർത്തിയോട് കടന്ന ആ ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. സേലം, ഈറോഡ്, കോയമ്പത്തൂർ പോലുള്ള തമിഴ്നാട്ടിലെ പ്രധാന നഗരങ്ങളിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ ഇറക്കിയ ശേഷം അവിടങ്ങളിൽ നിന്നുള്ള ചിലരെയും കയറ്റിക്കൊണ്ട് ട്രെയിൻ കേരള അതിർത്തിയിലേക്ക് കടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സൂര്യന് ഉദിക്കാൻ ആരംഭിച്ചിരുന്നു. അതുവരെ ട്രെയിനിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന യാത്രക്കാർ ഓരോരുത്തരായി കണ്ണു തുറക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിന്റെ പച്ചപ്പാർന്ന സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രക്കാരെ ഇളം മഴയും കൂടെ ചേർന്ന് വരവേൽക്കാൻ തുടങ്ങി. ആരംഭത്തിൽ മനോഹരമായി തോന്നി ആ മഴ പിന്നീട് ശക്തമായ മഴയായി മാറി. അതോടെ യാത്രക്കാർ തങ്ങൾ ഇരുന്നിരുന്ന കമ്പാർട്ട്മെന്റുകളുടെ ജനലുകളും വാതിലുകളും അടയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം എന്നിവ പോലെ വഴിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ പിന്നിട്ട് വന്ന ആ ട്രെയിൻ ഇപ്പോൾ കൊല്ലം സ്റ്റേഷനിലേക്കായി അതിവേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊരു ഭീകര സംഭവം ആരംഭിച്ചത്. കൊല്ലം ജില്ലയിൽ പെരുമൺ എന്നൊരു മനോഹരമായ ഗ്രാമമുണ്ട്. സമയം ഉച്ചയ്ക്ക് ഏകദേശം 1:15. ആ പെരുമൺ ഗ്രാമത്തിൽ അഷ്ടമുടി എന്നൊരു വലിയ തടാകമുണ്ട്. ആ തടാകം കടക്കുന്നതിനായി ഒരു റെയിൽവേ പാലവും നിർമ്മിച്ചിരുന്നു. അന്നേരം ആ ട്രെയിൻ മണിക്കൂറിൽ ഏകദേശം 80 കിലോമീറ്റർ വേഗത്തിൽ ആ പാലം കടക്കാൻ തുടങ്ങി. അങ്ങനെ ട്രെയിൻ പാലം കടക്കാൻ തുടങ്ങിയ അടുത്ത നിമിഷത്തിൽ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് ബ്രേക്ക് അടിച്ചതുപോലുള്ള ഒരു ശക്തമായ ഞെട്ടൽ അനുഭവിച്ചു. പക്ഷെ അവർ ആ അനുഭവം മനസ്സിലാക്കി തുടങ്ങിയ അതേ നിമിഷം തന്നെ ട്രെയിനിന്റെ പല കമ്പാർട്ട്മെന്റുകളും പാളം തെറ്റി തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ പാലത്തിന്മേൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ട്രെയിൻ പാളം തെറ്റിയാൽ എന്ത് സംഭവിക്കും? അടുത്ത നിമിഷം തന്നെ ആ ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ ഓരോന്നായി പാലത്തിന് താഴെ ഉണ്ടായിരുന്ന അഷ്ടമുടി തടാകത്തിലേക്ക് പതിക്കാൻ തുടങ്ങി. അതായത് ട്രെയിനിന്റെ ചക്രങ്ങൾ പാളത്തിൽ നിന്നും തെറിച്ചുപോയി. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ പാലത്തിൽ നിന്നും എറിഞ്ഞ് തള്ളിയതുപോലെ ആ കമ്പാർട്ട്മെന്റുകൾ തടാകത്തിലേക്ക് പതിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റുകളും വെള്ളത്തിലേക്ക് വീഴുമ്പോഴുണ്ടായ ആ ഭീകര ശബ്ദം ഇടിമുഴക്കം എന്ന പോലെ ആ പ്രദേശം ഒട്ടാകെ മുഴങ്ങി തുടങ്ങി. ആ ശബ്ദം കേട്ട് തടാകത്തിന് സമീപമുള്ള വീട്ടിൽ ഗാഢനിദ്രയിലായിരുന്ന സുരേഷ് കുമാർ കണ്ണു തുറന്നു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ ഇലക്ട്രീഷ്യനായ സുരേഷ് കുമാർ തന്നെയായിരുന്നു അത്. ഉണർന്ന അദ്ദേഹം ഇതെന്ത് ശബ്ദമാണ് എന്നറിയാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നു. ട്രെയിൻ തടാകത്തിലേക്ക് വീണ പെരുമൺ ഗ്രാമത്തിന് സമീപം മുണ്ട്രോ തുരുത്ത് എന്ന മറ്റൊരു ഗ്രാമം ഉണ്ടായിരുന്നു. സുരേഷ് കുമാറിന്റെ വീട് ആ ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന അദ്ദേഹത്തിന് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകൾ തടാകത്തിൽ പതിഞ്ഞു കിടക്കുന്ന കാഴ്ച വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അതെ, ഏകദേശം 125 മീറ്റർ അഥവാ 410 അടി നീളമുള്ള ആ റെയിൽവേ പാലത്തിന്റെ ഒരു വശത്ത് ട്രെയിനിന്റെ എഞ്ചിനും 3 കമ്പാർട്ട്മെന്റുകളും മാത്രം വേർപെട്ടു നിന്നു. അതിനോട് ചേർന്നിരുന്ന മറ്റൊരു കമ്പാർട്ട്മെന്റ് പാലത്തിനും തടാകത്തിനും ഇടയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതൊഴികെ ബാക്കിയുണ്ടായിരുന്ന എല്ലാ കമ്പാർട്ട്മെന്റുകളും അഷ്ടമുടി തടാകത്തിനുള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഭീകര ദൃശ്യമാണ് അദ്ദേഹം കാണാൻ തുടങ്ങിയത്. ഇപ്പോ ആ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാകാതെ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ നിലവിളി പുറത്തേക്ക് ഭയാനകമായി മുഴങ്ങി തുടങ്ങി. ഇതെല്ലാം കണ്ടുനിന്ന സുരേഷ് കുമാർ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു നിമിഷം പോലും വൈകാതെ, അടുത്ത സെക്കൻഡ് പോലും ചിന്തിക്കാതെ തടാകത്തിലേക്ക് ഓടി തുടങ്ങി. ഒരു കുന്തം പോലെ അദ്ദേഹം തടാകത്തിലേക്ക് ചാടി നീന്തി തുടങ്ങി. പതുക്കെ വെള്ളത്തിൽ വീണ് കിടന്ന ആ കമ്പാർട്ട്മെന്റുകളിലേക്ക് അദ്ദേഹം മുന്നേറാൻ തുടങ്ങി. സുരേഷ് കുമാർ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ആ തടാകത്തിൽ ചാടിയതുപോലെ തന്നെ പെരുമൺ മുണ്ട്രോത്തുരുത്ത് പ്രദേശത്തെ 100 കണക്കിന് പുരുഷന്മാർ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി തുടങ്ങി. അതോടൊപ്പം ആ തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും തങ്ങളുടെ വള്ളങ്ങൾ എടുത്ത് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ആ ആളുകളിലേക്ക് നീങ്ങി തുടങ്ങി. ട്രെയിൻ വീണത് ഒരു തടാകത്തിലായിരുന്നുവെങ്കിലും കമ്പാർട്ട്മെന്റുകൾ പതിച്ച ഭാഗത്ത് വെള്ളത്തിന്റെ ആഴം കൂടുതലായിരുന്നില്ല. അതായത് തടാകത്തിന്റെ ആ ഭാഗം വളരെ ആഴമില്ലാത്തതായിരുന്നു. അതിനാൽ വെള്ളത്തിലേക്ക് വീണ ഭൂരിഭാഗം കമ്പാർട്ട്മെന്റുകളും
പൂർണ്ണമായും മുങ്ങിപ്പോകാതെ അവയുടെ വാതിലുകളും ജനലുകളും പുറത്തേക്ക് കാണുന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. ഇത് കാരണം രക്ഷാപ്രവർത്തനത്തിനായി തടാകത്തിലേക്ക് ചാടിയ പലരും ഭാഗികമായി മുങ്ങിക്കിടന്ന കമ്പാർട്ട്മെന്റുകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകൾ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായത്. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ അന്നേരം ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ യാത്രക്കാർ തങ്ങൾ ഉണ്ടായിരുന്ന കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയവരും അതേ ദൃശ്യം തന്നെയാണ് കണ്ടത്. അതുമാത്രമല്ല, കമ്പാർട്ട്മെന്റുകൾ വീണ് കിടന്നിരുന്ന അവസ്ഥയും, പാളം തെറ്റുമ്പോൾ യാത്രക്കാർ അകത്ത് എല്ലായിടത്തും ഇടിച്ച് പരിക്കേറ്റ് വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്നതും കാരണം അകത്തുണ്ടായിരുന്നിരുന്നവർക്കും ആ വാതിലുകൾ തുറക്കാനാകാതെ പോയി. ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ ഉടൻ തന്നെ ആ കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകൾ തകർത്ത് തുറക്കാനുള്ള ശ്രമത്തിലായി. യഥാർത്ഥത്തിൽ തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും ആളുകളെ രക്ഷിക്കാനായി എത്തിയതായി ഞാൻ പറഞ്ഞല്ലോ. അവർ കൊണ്ടുവന്ന വള്ളങ്ങളിൽ കോടാലി, ഇരുമ്പ് കമ്പി, വലിയ ഹാമർ പോലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അവ ഉപയോഗിച്ചാണ് പൂട്ടിയിട്ടിരുന്ന കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകളും ജനൽ ഗ്രില്ലുകളും തകർത്തു തുടങ്ങിയത്. അങ്ങനെ തുറന്ന വഴികളിലൂടെ അകത്ത് ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്ന യാത്രക്കാരെ ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പുറത്തെടുത്ത യാത്രക്കാരെ പിന്നീട് വള്ളങ്ങൾ ഉപയോഗിച്ച് കരയിലേക്ക് എത്തിക്കാനും തുടങ്ങി. ഇങ്ങനെ അതിവേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആ പ്രദേശം മുഴുവനും മനുഷ്യരുടെ നിലവിളികളാൽ നടുങ്ങി തുടങ്ങി. അതോടൊപ്പം ഇത്തരമൊരു ദാരുണ സംഭവം നടന്നു എന്ന വാർത്ത ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ആദ്യമായി ട്രെയിൻ അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞ സമീപ സ്റ്റേഷൻ മാസ്റ്റർ ആ പാലം വഴി പോകുന്ന എല്ലാ ട്രെയിനുകളെയും ഉടൻ തന്നെ നിർത്തിവെക്കാൻ തുടങ്ങി. അതേസമയം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞ് പുതുപ്പെണ്ണായി നിന്നിരുന്ന ആ പ്രദേശത്തെ MLA ആയ മേഴ്സിയുടെ ചെവികളിലും ഈ വാർത്ത എത്തി. ഇത് കേട്ട് ഞെട്ടിപ്പോയ മേഴ്സി ഉടൻ തന്നെ തന്റെ വിവാഹത്തിനെത്തിയിരുന്ന പാർട്ടി പ്രവർത്തകരെയും ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ട് ട്രെയിൻ വീണ് കിടന്നിരുന്ന തടാക പ്രദേശത്തേക്ക് എത്തി. അതേസമയം ഫോണിലൂടെ വിവരം ലഭിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തന സംഘം, പോലീസ്, ആംബുലൻസ്, വാഹനങ്ങൾ എന്നിവയും സ്ഥലത്തെത്താൻ തുടങ്ങി. ഇപ്പോൾ ഇവരൊക്കെയും ചേർന്ന് പരിക്കേറ്റ 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ തുടങ്ങി. അതോടൊപ്പം ആ പ്രദേശത്തുണ്ടായിരുന്ന കാറുടമകളും വഴിയിലൂടെ പോയ മിനി ലോറി, ഓട്ടോ പോലുള്ള വാഹനങ്ങളുടെ ഡ്രൈവർമാരൊക്കെ തങ്ങളുടെ വാഹനങ്ങൾ നിർത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തടാകത്തിലേക്ക് വീണ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയാൻ തുടങ്ങിയത്. ലഘു പരിക്കുകളോടെ ജീവനോടെ രക്ഷപ്പെട്ട ലോക്കോ പൈലറ്റ് ചിതറിക്കിടന്നിരുന്ന ആ ട്രെയിൻ കമ്പാർട്ട്മെന്റുകളെ നോക്കി ഓരോന്നായി ഇങ്ങനെ എണ്ണി തുടങ്ങി. അങ്ങനെ എണ്ണുമ്പോഴാണ് 2 കമ്പാർട്ട്മെന്റുകൾ കാണാനില്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലായത്. അവ ഉറപ്പായും തടാകത്തിനുള്ളിൽ മുങ്ങിയിരിക്കണമെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന രീതിയിൽ ട്രെയിൻ തടാകത്തിലേക്ക് വീണത് കണ്ട നാട്ടുകാരും തങ്ങളും ഒരു കമ്പാർട്ട്മെന്റ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയാൻ തുടങ്ങി. ഇത് കേട്ട മേഴ്സി ഉടൻ തന്നെ കേരളത്തിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സ്കൂബ ഡൈവർമാർ സ്ഥലത്തെത്തി തടാകത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ അവർ വെള്ളത്തിനടിയിലേക്ക് ചെന്ന് പരിശോധിച്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 2 കമ്പാർട്ട്മെന്റുകൾ തടാകത്തിന്റെ ആഴമുള്ള ഭാഗത്ത് പൂർണ്ണമായും മുങ്ങിക്കിടന്നതായി കണ്ടവർ നടുങ്ങിപ്പോയി. അവർ ആ കമ്പാർട്ട്മെന്റുകളുടെ സമീപത്തെത്തി. ജനലിന്റെ ഷട്ടറുകൾ തുറന്ന് അകത്തു നോക്കിയവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു ഭീകര ദൃശ്യം കാണാൻ തുടങ്ങി. അതെ, വെള്ളത്തിനടിയിൽ പൂർണ്ണമായും മുങ്ങിക്കിടന്ന ആ 2 കമ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങി നിരവധി ആളുകളുടെ ശരീരങ്ങൾ ഒന്നിനു മുകളിൽ ഒന്ന് ഇടിച്ചിടന്ന നിലയിൽ അനങ്ങാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അത് കണ്ട് സ്കൂബ ഡൈവേഴ്സ് ഭീതിയിലായി. ഉടൻ തന്നെ ആ കമ്പാർട്ട്മെന്റുകളുടെ പ്രവേശനവാതിലുകൾ എങ്ങനെയാണ് തിരിയാൻ തുടങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ ആ പ്രവേശനവാതിലുകളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അങ്ങനെ അടഞ്ഞു കിടന്ന കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകൾ അവർ ഏറെ ബുദ്ധിമുട്ടോടെ തകർന്നു തുടങ്ങി. തുടർന്ന് അകത്ത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ആ മൃതദേഹങ്ങളെ ഓരോന്നായി പുറത്തെടുക്കാൻ തുടങ്ങി. അതേസമയം ഭാഗികമായി മുങ്ങിക്കിടന്ന മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്കും സ്കൂബ ഡൈവർമാർ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെ അത്യന്തം കഠിനമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 3 ഹെലികോപ്റ്ററുകൾ ആ തടാകത്തിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങിയത്. ആദ്യമായി ആ തടാകത്തിന്റെ മുഴുവൻ ഭാഗവും കഴുകൻ പോലെ വട്ടമിട്ട് പറന്ന ഹെലികോപ്റ്ററുകൾ ആരെങ്കിലും സഹായമില്ലാതെ വെള്ളത്തിൽ ജീവന്
പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ അത്തരത്തിൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പാലത്തിനും തടാകത്തിനും ഇടയിൽ തൂങ്ങിയിരുന്ന കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവരെയും തടാകത്തിൽ വീണ് കിടക്കുന്നവരെയും രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഹെലികോപ്റ്റർ കടന്നു. ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്കിറക്കിയ ഏണികളിലൂടെ താഴെ ഇറങ്ങിയ രക്ഷാപ്രവർത്തകർ പാലത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് താഴെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന യാത്രക്കാരെ ഓരോരുത്തരെയായി ഉയർത്തി കരയിലേക്ക് എത്തിച്ചു. ഇങ്ങനെ എന്തെല്ലാം വഴികളിലൂടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ ആ എല്ലാ മാർഗങ്ങളിലൂടെയും നടന്ന ഈ ഓപ്പറേഷൻ തുടർച്ചയായി 2 ദിവസം രാവും പകലും നോക്കാതെ തുടരുകയുണ്ടായി. അതേസമയം ട്രെയിൻ തടാകത്തിലേക്ക് വീണ സംഭവത്തിന്റെ വാർത്ത ടെലിവിഷൻ, റേഡിയോ, പത്രങ്ങൾ എന്നിവ വഴി രാജ്യത്തുടനീളം പടർന്നു. അതിനാൽ കർണാടകയിലെയും കേരളത്തിലെയും പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സ്വന്തം കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയത്തോടെ കേരളത്തിലെ ആശുപത്രികളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അവസാനം രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചതിനു ശേഷം അവരുടെ ഹൃദയങ്ങളെ മാത്രമല്ല മുഴുവൻ ഇന്ത്യൻ ജനതയുടെയും മനസ്സുകളെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. അതെ, കുട്ടികളിൽ നിന്ന് വയോധികർ വരെയായി മൊത്തം 105 പേർ വെള്ളത്തിൽ മുങ്ങിയും ഗുരുതരമായി പരിക്കേറ്റും മരിച്ചതായി സ്ഥിരീകരിച്ചു. കൂടാതെ 400-ലധികം പേർക്ക് പരിക്കേറ്റു. അതിൽ 50-ലധികം പേർ ഗുരുതരാവസ്ഥയിലാണെന്നുമുള്ള ദുഃഖകരമായ വാർത്ത പുറത്തു വന്നു. ഇതിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അഭിഭാഷകയായ രാധാദേവിയും ക്രിക്കറ്റ് താരവുമായ രഞ്ജിത്തും ബാംഗ്ലൂർ ആർമി ക്യാമ്പിൽ ജോലി ചെയ്തിരുന്ന ചില സൈനികരും ദാരുണമായി മരണപ്പെട്ടു. പക്ഷെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട യാത്രക്കാരിൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ 1 വയസ്സുകാരിയായ ദീപയും അവളുടെ അമ്മയും അമ്മാവനും ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. അപകടത്തിൽ മരിച്ച യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് റെയിൽവേ വകുപ്പ് പ്രഖ്യാപിച്ചു. അതേസമയം 12 ദിവസത്തെ വലിയ പരിശ്രമങ്ങൾക്ക് ശേഷം തടാകത്തിലേക്ക് വീണ് കിടന്നിരുന്ന ആ ട്രെയിൻ കമ്പാർട്ട്മെന്റുകൾ പുറത്തെടുക്കാനും സാധിച്ചു. കൂടാതെ തകർന്നു പോയ റെയിൽ പാതകളും പുനരുദ്ധീകരിക്കുന്ന ജോലികൾ പൂർത്തിയാക്കി. ഇതോടൊപ്പം ട്രെയിൻ എന്തുകൊണ്ടാണ് തടാകത്തിലേക്ക് വീണത് എന്ന് അന്വേഷിക്കാനായി റെയിൽവേ വകുപ്പിന്റെ സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ട്രെയിൻ പാലം കടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നുവെന്നും അതിൽപ്പെട്ടത് കൊണ്ടാണ് ട്രെയിൻ പാലത്തിൽ നിന്നും തടാകത്തിലേക്ക് വീണതെന്നുമായിരുന്നു റിപ്പോർട്ട്. പക്ഷെ ആ സംഭവം നേരിൽ കണ്ട നാട്ടുകാർ ഇത് കണ്ട് പ്രതികരിച്ചത് വേറെ രീതിയിലായിരുന്നു. അന്നേരം ശക്തമായ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചുഴലിക്കാറ്റൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ചില യാത്രക്കാരും ട്രെയിൻ തടാകത്തിലേക്ക് വീഴുന്നതിന് കുറച്ചു നേരം മുൻപ് തന്നെ അത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് പോലെ തോന്നിയെന്നും അതുകൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടത് വെള്ളത്തിലേക്ക് വീണതെന്നും പറയാൻ തുടങ്ങി. എന്നാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ട്രെയിൻ പതിവ് വേഗത്തിലാണ് സഞ്ചരിച്ചത്, ഓവർ സ്പീഡിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമാക്കി. ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കേരള സർക്കാർ റെയിൽവേ വകുപ്പിന്റെ പരിപാലന പിഴവുകളാണ് അപകടത്തിനുള്ള യഥാർത്ഥ കാരണമെന്ന് ആരോപിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ട്രെയിനിന്റെ ചക്രങ്ങളിൽ നിന്നും റെയിൽപാത വരെയുള്ള പല ഘടകങ്ങളും വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്നും റെയിൽവേയുടെ പരിപാലന രീതികളിലും നിരവധി വീഴ്ചയുണ്ടായിരുന്നുവെന്നും ഗവൺമെന്റ് ആരോപിച്ചു. അതുകൊണ്ടാണ് ട്രെയിൻ പാലം തെറ്റി തടാകത്തിലേക്ക് വീണത് എന്നും കേരള സർക്കാർ മുന്നോട്ട് വച്ചു. എന്നാൽ റെയിൽവേ വകുപ്പ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചു. പരിപാലന പ്രവർത്തനങ്ങളിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോഴായിരുന്നു അതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത ഒരു നിർണായക വിവരം വെളിച്ചത്തു വരുന്നത്. അതെ, അന്വേഷണ സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ ട്രെയിൻ തടാകത്തിലേക്ക് വീഴുന്നതിന് തൊട്ടു മുൻപ് വരെ ആ പാലത്തിന്റെ റെയിൽ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നുവെന്നും അതിൽ 4 റെയിൽവേ തൊഴിലാളികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും കണ്ടെത്തി. ഇതിന് പിന്നാലെ അന്വേഷണ സംഘം ആ തൊഴിലാളികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴായിരുന്നു അവർ ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തിയത്. അപകടം നടന്ന അന്നേ ദിവസം ഉച്ചയ്ക്ക്, അതായത് അപകടം സംഭവിക്കുന്നതിന് കൃത്യം 1 മണിക്കൂർ മുൻപ്, സമയം 12:30 ട്രെയിൻ തടാകത്തിലേക്ക് വീണ പെരുമൺ പാലത്തിലെ റെയിൽ പാത പരിശോധിച്ചു കൊണ്ടിരുന്ന റെയിൽവേ തൊഴിലാളികൾ പാലത്തിന്റെ ഒരു ഭാഗം ശരിയായി ഫിറ്റ് ആയിട്ടില്ല എന്നും അത് ലൂസ് കോണ്ടാക്റ്റിലാണെന്നും അറിയുന്നു. അതിനെ ഉടൻ തന്നെ ശരിയാക്കണമെന്നവർ തീരുമാനിച്ചു. പക്ഷേ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ട്രെയിൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച അവർ സമീപ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ചു. ഈ റെയിൽ പാത റിപ്പയർ ചെയ്യാൻ ഏകദേശം 1/2 മണിക്കൂർ സമയം വേണ്ടിവരും, അതിനുള്ളിൽ ഈ വഴി ഏതെങ്കിലും ട്രെയിൻ വരുന്നുണ്ടോ എന്നവർ ചോദിച്ചു. അതിന് സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല, ഇപ്പോൾ വരേണ്ടിയിരുന്ന ഐലൻഡ് എക്സ്പ്രസ് പോലും ഏകദേശം 1.5 മണിക്കൂർ വൈകിയാണ് എത്തുക, അതിനാൽ
നിങ്ങൾക്ക് ആശങ്കയില്ലാതെ അറ്റകുറ്റപ്പണി നടത്താമെന്നും പറഞ്ഞു. ഇത് കേട്ട തൊഴിലാളികൾ റിപ്പയർ ചെയ്യേണ്ട ട്രാക്കിന്റെ ഒരു ഭാഗം അഴിച്ചു മാറ്റി ശരിയാക്കാനുള്ള ജോലി ആരംഭിച്ചു. ഏകദേശം ഭൂരിഭാഗം ജോലിയും പൂർത്തിയാക്കിയ ശേഷം അവർ വീണ്ടും ട്രാക്കിനെ പല ഭാഗങ്ങളിലായി ഘടിപ്പിച്ചു. പക്ഷേ കുറച്ച് ഫിനിഷിംഗ് ജോലികൾ മാത്രം ബാക്കി നിന്നിരുന്നു. അത് ഭക്ഷണം കഴിച്ച് വന്ന ശേഷം പൂർത്തിയാക്കാമെന്ന് കരുതിയ അവർ ജോലി അതേപടി നിർത്തിവെച്ചിട്ട് സമീപത്തെ ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അവരവിടെ പോയ അതേ ഇടവേളയിലാണ് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ ആ പാലത്തിലേക്ക് എത്തുകയും ആ ഭീകര ദുരന്തം സംഭവിക്കുകയും ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ ട്രെയിൻ വൈകിയാണ് വരിക എന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ ട്രെയിൻ നേരത്തെ എത്തിയെന്നൊരു ചോദ്യം ഉണ്ടാകാം. യഥാർത്ഥത്തിൽ ട്രെയിൻ വൈകി എത്തുമെന്ന വിവരം തെറ്റായ വിവരമായിരുന്നു. അത് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളോടും പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ആശങ്കയില്ലാതെ ജോലി തുടർന്നത്. ഇത് കേട്ടപ്പോൾ അവർ ജോലി പൂർണ്ണമായും പൂർത്തിയാക്കാതെ വിട്ടതുകൊണ്ടാകാം ട്രെയിൻ പാലം തെറ്റിയതെന്ന് നിങ്ങൾ കരുതാം. അതിന് ഈ തൊഴിലാളികൾ പൂർണ്ണമായും നിഷേധം രേഖപ്പെടുത്തി. കാരണം ഫിനിഷിംഗ് ജോലികൾ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിലും ട്രാക്ക് പാലം തെറ്റിപ്പോകുന്ന അത്ര ബലഹീനമായിരുന്നില്ല, അത് വളരെ ശക്തമായ നിലയിലായിരുന്നു എന്നവർ പറഞ്ഞു. പക്ഷേ ഇതറിഞ്ഞ ആ പ്രദേശത്തെ നാട്ടുകാർ റെയിൽവേ തൊഴിലാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞതെന്തെന്നാൽ ട്രാക്ക് അഴിച്ച തൊഴിലാളികൾ അത് ശരിയായി ഫിറ്റ് ചെയ്യാതെ വെറുതെ പാലത്തിന്മേൽ വച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. അതുകൊണ്ടാണ് ആ വഴി വന്ന ട്രെയിൻ പാലം തെറ്റി തടാകത്തിലേക്ക് വീണത് എന്നായിരുന്നു. എന്നാൽ റെയിൽവേ തൊഴിലാളികൾ ഞങ്ങളുടെ ജോലി ശരിയായി തന്നെയാണ് ചെയ്തതെന്ന് ഉറച്ചു നിന്നു. അതേസമയം അപകടത്തിന് ശേഷം പാലത്തിന്മേലുണ്ടായിരുന്ന ട്രാക്കുകളെല്ലാം തകർന്ന് ചിതറിക്കിടന്നിരുന്നു. അതിനാൽ ഈ തൊഴിലാളികൾ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷണ സംഘത്തിന് പോലും വ്യക്തമായി അറിയാൻ കഴിഞ്ഞില്ല. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ഇന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ദുഃഖകരമായ സംഭവത്തിനിടയിലും ഒരു കാര്യം നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ നടത്തിയ സഹായം, അവരുടെ അതിവേഗ ഇടപെടലാണ് ട്രെയിനിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഈ ടീമുകൾ തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. ഞങ്ങൾ സ്ഥലത്തെത്തും മുൻപേ തന്നെ അപകടത്തിൽപ്പെട്ട നിരവധി ആളുകളുടെ ജീവൻ നാട്ടുകാർ രക്ഷിച്ചിരുന്നു. അവരങ്ങനെ സഹായിച്ചില്ലെങ്കിൽ ഇനിയും 100 കണക്കിന് ജീവൻ നഷ്ടമായേനെ എന്ന സത്യം. പക്ഷേ അവരത്രയും പോരാടി സഹായിച്ചിട്ടും 100-ലധികം ആളുകൾ മരിച്ച ആ സംഭവം ഇന്നും പലരുടെയും ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദുഃഖമായി തുടരുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലും കറുത്ത അധ്യായമായി മാറിയ ഈ ഒരു പെരുമൺ ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണോ അറിയുന്നത്? ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ പറയുക. കൂടാതെ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകുക. കാരണം നിങ്ങളുടെ ചെറിയ ലൈക്ക് തന്നെയാണ് എനിക്ക് വലിയ പ്രചോദനമാകുന്നത്. ഈ വീഡിയോയുടെ നിങ്ങളുടെ മികച്ച കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.